എമ്മൻ്റെ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ്, ഫ്രൈഡ് ചിക്കൻ മസാല. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആദ്യം എടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിട്ട നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിരിക്കും. അപ്പോൾ 1 കിലോ ചിക്കൻ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഏകദേശം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല തൈര് വീട്ടിലുണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചോളൂ. പിന്നെ നമുക്ക് ചിക്കൻ മസാല പൗഡർ അത് കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല കട്ട തൈര് കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ തൈരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പു, പട്ട, അതിനോടൊപ്പം കുരുമുളക്, ഏകദേശം ഒരു 10-15 കുരുമുളക് ഇടുന്നുണ്ട്, നല്ലൊരു സ്പൈസിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഏകദേശം ഒരു 20-25 വെളുത്തുള്ളി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം, എങ്കിലേ നല്ല ഒരു ടേസ്റ്റായിട്ട് കറി കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ കണ്ടില്ല, ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇഞ്ചി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളിയാണ്, വലിയ ഉള്ളി ഒരു 2 വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും ഏകദേശം 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പതുക്കെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ല പഴുത്ത ഒരു തക്കാളി അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി, ഇത് ശരിക്കും എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ എപ്പോഴും ചെറുതും ടേബിൾ സ്പൂൺ വലുതുമാണ് അളവ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്തൊക്കെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ചിക്കനിലേക്ക് തയ്യാറാക്കുന്ന അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മല്ലിയില കുറച്ച് ഇട്ടിട്ടുണ്ട്, അതുകൂടി ഇട്ടു. ഇനി അതൊക്കെ നന്നായി ഒന്ന് തണുത്താറി വരുമ്പോൾ നമുക്ക് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നല്ലപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതാണ്ടില്ല അരപ്പ്, ആ അരപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എല്ലാം പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഏകദേശം ഒരു അരമണിക്കൂർ ചിക്കനിലെല്ലാം പിടിച്ചിട്ടുണ്ടാകും. അതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനെ നമ്മൾ ഇതിലേക്ക് പതുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. തീ ഞാൻ പറഞ്ഞുവല്ലോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ്റെ ഇപ്പോൾ നല്ലൊരു മണമൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്, ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി കോരി വെക്കാം. ഇതുണ്ടല്ലേ, നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും ഒരു ഗോൾഡൻ കളറായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. നന്നായിട്ട് ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മൊരിഞ്ഞ ചിക്കനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം
ഫ്രൈ ചെയ്തതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കോരി എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇതുപോലെ തന്നെ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി വന്ന എണ്ണയിൽ ഇനി ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതും മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയതുകൊണ്ട് കുക്കറിൽ അധിക സമയം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലൊക്കെ എടുത്താൽ മതി. അങ്ങനെ നമ്മളിതൊന്ന് വേവിച്ച് കൂടി എടുക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടില്ല, ഫ്രൈ ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന എണ്ണയിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ എണ്ണ കളയരുത്. ഇനി നമ്മൾ കുക്കർ എടുത്തു. കുക്കറിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ, കൂടുതലൊന്നും വേണ്ട, ഒരു 2 വിസിൽ നമ്മൾ ഇതിനെ വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണയിൽ നമുക്ക് സവാള ഒരു 3 സവാള സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ, ആ അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളർ പോലെ നമ്മൾക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അരപ്പ് മിക്സിയിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം പാടില്ല, ഒരു ആവശ്യത്തിന് വെള്ളം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടണം കേട്ടോ. ഉപ്പും മുളകൊക്കെ നമുക്ക് എന്താണ് തോന്നുന്നത് അതേ രീതിയിൽ വേണം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ, അല്ലെങ്കിൽ കറക്റ്റ് അളവാണെങ്കിൽ അത്. ഇനി ആവശ്യത്തിന് കുറച്ച് മല്ലിയില കൂടി നമ്മളിതിൽ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ, ആ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. എപ്പോഴും കുരുമുളക് പൊടി ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. അപ്പോഴാണ് കറിക്ക് നല്ല ആ കുരുമുളകിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടുന്നത് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, ഫ്രൈഡ് റൈസിന്, എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.